ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു കഥയാണ്. ഒരു കുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഏഞ്ചലീന. അവൾ ചെറുപ്പം തൊട്ട് ഒരു ദാനശീലയായിരുന്നു. എല്ലാവർക്കും എല്ലാം കുടിക്കാൻ മനസ്സുള്ളവളുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് കുറച്ച് സ്കിൻ അലർജിക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാരത്താൽ അത് വേദനിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ദൈവം അതിന് വീണ്ടും പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ലൈഫിലെ ഒരു പകുതി മൊമെൻറ്റ്സ് വരെ അതിന് ഒരു ദിവസം പോലും കഴിയാതെ ഇരിക്കാൻ പറ്റാത്ത അതുപോലെ ഹൃദയത്തിന് അത്ര സോഫ്റ്റ് ആയിരുന്നു ആ ഒരു കുഞ്ഞിന്. ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. പിൽക്കാലത്ത് ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു സമയം എത്തിയ സമയത്ത് ആ കുഞ്ഞിന് മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ വന്നിരുന്ന ഓരോ പ്രോബ്ലംസും ഫേസ് ചെയ്ത് ഇത്രത്തോളം എത്തിയത് കൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പം എനിക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. തൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ നിമിഷങ്ങളും വെറുതെ വേസ്റ്റ് അല്ലായിരുന്നു. അതൊക്കെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ആണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ട് ആ കുട്ടിയുടെ ലൈഫ് ചേഞ്ചായി. ലോകത്തിൻ്റെ ഒരു കോണിൽ അഡ്വൈസ് കൊടുത്ത് ആ കുട്ടി ഇപ്പോഴും ജീവിക്കുന്നു. ഇത് ഞാൻ നിങ്ങളായിട്ട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷനും അത് ടൈമിംഗ് അനുസരിച്ച് ദൈവം അയക്കുന്നതാണ്. നമ്മൾ ഒരു കുഞ്ഞു സിറ്റുവേഷൻ വരുമ്പം ചെന്ന് പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ആ ഫേസ് ചെയ്ത് പഠിക്കുമ്പോഴേ വലിയ ഒരു പ്രോബ്ലം നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കുഞ്ഞു കാര്യത്തെ ഇങ്ങനെ വലുതാക്കി നല്ല സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. നമുക്ക് കിട്ടുന്ന ഓരോ പ്രോബ്ലംസും നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല. കുഞ്ഞിനെ കിട്ടുന്നതാണേലും എന്താ പറയുക, ഒരു മിഡിൽ പ്രായത്തിലെത്തുന്ന സമയത്ത് കിട്ടുന്നതാണെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വേണം കരുതാൻ. കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവണം. നമ്മൾ പ്രശ്നം വരുമ്പോൾ നമ്മളാണെങ്കിൽ അതിൽ വീണു പോകരുത് എന്ന് ദൈവത്തിന് നമ്മളോട് അത്ര സ്നേഹം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളോട് നമ്മളെ കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തിനെ സ്ട്രോങ് ആക്കുന്നത്, കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയത്തിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം ആണെങ്കിൽ ഈ ഡോക്ടേഴ്സ് തന്നെ ചികിത്സിക്കുന്ന സമയത്ത് ഇപ്പം ഒരു വലിയ സ്ട്രോക്ക് വന്നിരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് അവരുടെ വീട്ടിൽ വേറൊരാൾക്ക് പെട്ടെന്നൊരു ആപത്ത് വന്നു, ഡോക്ടർ എന്നിട്ട് പറയുമോ നിങ്ങളുടെ എന്താ പറയുക കൊച്ചുമോക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന് നേരിട്ട് പോയി പറയുമോ? ഒരിക്കലുമില്ല. അപ്പം ഡോക്ടർ എന്തോ ചെയ്യുന്നു, കുഞ്ഞായിട്ട് കാര്യങ്ങൾ ഓരോ ബ്രേക്ക് വൈസ് ആയിട്ട് പറയും. അവരുടേതായ രീതിയിൽ അവർക്ക് ഹാം ആവാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കും. ഇത് തന്നെയാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്. ഓരോ കുഞ്ഞു പ്രോബ്ലംസിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്, നിങ്ങൾ ഇനി സ്ട്രോങ് ഉണ്ടെന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ലൈഫ് പോലും എന്താ പറയുക സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇതുകൊണ്ട് എന്താ പറയുക മനസ്സ് തകർന്നിരിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ വിഷമിക്കാതെ കാര്യത്തോടെ മുന്നേറുക. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.